ഹലോ ഹായ്, ഞങ്ങളിന്ന് പുനലൂരിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ ചേട്ടനും ഉണ്ട് കേട്ടോ. ഹായ് ഹായ്, ഒരു ഹായ് പറഞ്ഞു ചേട്ടാ. ഹലോ 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 ഹായ്. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ക്യാമറ വെച്ച അതെ അതെ അതെ, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എന്തുവാ? അപ്പം നമ്മൾ പുനലൂരിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിക്ക് കാണിക്കാം. കുറച്ച് ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. നമുക്ക് ഒത്തിരി ദിവസമായി ഇറങ്ങിയിട്ട്. ഇനി മെഡിക്കൽ സ്റ്റോറിലൊന്ന് പോകണം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. പിന്നെ ചേട്ടന് ഇപ്പം നമ്മൾ റബ്ബർ ഷീറ്റ് കൊടുക്കണമായിരുന്നു. അതിൻ്റെ ആവശ്യമായിട്ട് എടമൺ 34 വരെ പോകണം. അവിടുന്ന് നമ്മൾ പുനലൂരോട്ട് പോകും. ഹലോ, കണ്ടോ? നമ്മളിപ്പം പുനലൂരോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ഹൈ റേഞ്ച് ഏരിയയാണ്. ഇവിടെ ഒരുപാട് ഈ പോകുന്ന വഴിക്ക് കൊന്നമരങ്ങളുണ്ട്. അതിലൊരു കൊന്നമരം അതാ, ഇത് കണ്ടോ? അത് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ ഈ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കണിക്കൊന്നകളുണ്ട്. ശരിക്കുണ്ട്. ഇതിപ്പോ വിഷു ആകുമ്പോഴത്തേക്ക് ആളുകൾ വിൽക്കാൻ കൊണ്ടുപോകുന്നവര് ഇതെല്ലാം പറിച്ച് കൊണ്ട് വിൽക്കും. അമ്പലങ്ങളുടെ അവിടെയും ജംഗ്ഷനുകളിലൊക്കെ കൊണ്ടുപോയി ഇവര് കെട്ടോടെ പിച്ചി കൊണ്ടുപോയി വിൽക്കും. പോകുന്ന വഴിക്കെല്ലാം ശരിക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നാൽ മതി. വ്യക്തതയാവോന്ന് അറിയത്തില്ല, ഞാൻ പിടിച്ചതേ ഉള്ളൂ. വ്യക്തമാവുന്നില്ല. ഇപ്പം ഇച്ചിരി വെയിലിന്റെ ഉണ്ടായോണ്ട് കാണാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. സൂം ചെയ്തിട്ട് നോക്കുക കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാം. അത് കുറേ ചിത്രശില്പങ്ങൾ ഇങ്ങനെ ഒന്ന് പറ്റി പിടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വനത്തിന്റെ ഒരു സൈഡുകളായതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ഹൈ റേഞ്ച് ഏരിയ ആണ്. അതിന് നമുക്ക് അങ്ങോട്ട് നമ്മൾ ഈ പോകുന്ന ഭാഗമൊക്കെ ഇങ്ങനെ കൊന്നമരങ്ങൾ ശരിക്കുണ്ട്. നമ്മൾ ഇപ്പം ഈ പിടിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കാണ്. ഇനിയിപ്പോൾ പുനലൂരോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങോട്ട് കാണാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളത് കാണാം. അടുത്ത ഒരു കണിക്കൊന്നയാണ്ട് വരുന്ന വഴിക്കാണ് കണ്ടോ. ഇത് മറ്റേനേക്കാളും നല്ലപോലെ കണ്ടോ. അതെ അതെ, ഈ കൊന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടംപോലെ വരുന്നവർക്ക് ഇതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും. എന്ന് വെച്ചാൽ ഈ പട്ടണങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും ചേരികളിലൊക്കെ അല്ലേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. വെയിലായോണ്ടേ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയാ. സ്വർണ്ണം വാരി വെതറിയേക്കുന്ന പോലെയല്ലേ നിൽക്കുന്നത്. എന്ത് ഭംഗിയല്ലേ ചേട്ടാ. ഇത് വനത്തിന്റെ ഒരു ഭാഗങ്ങളാ. ഇവിടെ ഈ ഭാഗം നാരങ്ങാച്ചാൽ എന്നൊക്കെ പറയും ഞങ്ങള്. ഓരോ സ്ഥലത്തിനും ഓരോ പേരൊക്കെ ഇടും. പിന്നെ ഇതിപ്പോ നമുക്ക് സ്വർണത്തിന് ഭയങ്കര വിലയല്ലയോ. ഈ കണിക്കൊന്നെങ്കിലും കണ്ട് നമുക്ക് ആശ്വസിക്കാമല്ലോ. ഇതെല്ലാം ഇപ്പൊ പറിച്ചോണ്ട് പോകും. 2 ദിവസത്തിനകം എല്ലാം പറിച്ചോണ്ട് പോകും ഇവിടെ നിന്ന്. അപ്പൊ കണിക്കൊന്ന ഇല്ലാത്തവർക്ക് അടുത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ടൊക്കെ വന്ന് പറിക്കാതെ. ഒരു ഭംഗിയുള്ള കണ്ടോ, നമ്മുടെ വീടിന്റെ ഒക്കെ ഫ്രണ്ട് വശത്തൊക്കെ നിൽക്കുന്ന പോലത്തെ. ഇത് ആദ്യകാലങ്ങളിൽ നമ്മുടെ കല്യാണത്തിനെ പന്തൽ കെട്ടുന്നതിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ. അത് നാട്ടിൻപുറത്തൊന്നും കാണത്തില്ല. പക്ഷെ ഇപ്പൊ ഇതൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കത്തില്ല. എന്റെ കൊച്ചിലെയൊക്കെ അങ്ങനെ ഇതായിരുന്നു, പന്തലിടുമ്പോ സൈഡിലൊക്കെ ഇത് വെച്ച്. അതെ, ഉപയോഗിച്ചിരുന്ന സാധനമാണിത്. അതെ, പേരെന്താ നമുക്കറിയത്തില്ല. അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ പുനലൂർ ടൗണിലെത്തി. ഇനി കൊച്ചു ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ട്. അതിനായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് കേട്ടോ. സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. നമ്മുടെ വഴിയെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്. അതിനിടെ ATM-ൽ പോവാം. അപ്പം ഞാൻ ATM-ലൊന്ന് പോയിട്ട് വരട്ടെ. ചേട്ടാ വണ്ടിയിലിരിക്കാൻ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. കൃഷ്ണൻകോവിലിൻ്റെ ഭാഗമാണ്. കൃഷ്ണൻകോവിലിൻ്റെ ഭാഗത്ത് ഫെഡറൽ ബാങ്ക്. അവിടുത്തെ ATM-ലേക്ക് പോവാം. നല്ല ചൂടാണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്തോ ചൂടാണെന്നറിയോ. ഇത് 5-ലോട്ടുള്ള റൂട്ടാണ് കാണിക്കുന്നത്. ഇതിൽ ഭാഗത്തോട്ട് പോകുന്ന റൂട്ടായത് കൃഷ്ണൻകോവിൽ. അതിൻ്റെ പഴയ അന്ന് തേരൊക്കെ ഇരിക്കുന്ന നല്ല ആർച്ചൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ച് കളഞ്ഞിപ്പോന്മാർ.
പൊളിച്ചു കളഞ്ഞിട്ടാണ്ട് ഇങ്ങനെ പടി കെട്ടിയിട്ടേക്കുക. ആ ആദ്യമായിരുന്നു ഇരുന്നത് നല്ലത്, പക്ഷെ ഇപ്പോൾ അത് ഒരുമാതിരി ആയിപ്പോയി കൃഷ്ണൻ പോലെ. ആ എന്താ ചെയ്യുക അല്ലേ? ഒരാൾ ATM പോയിട്ട് വരുന്നുണ്ട്, എന്താ സംഭവം എന്ന് ആർക്കറിയാം. പൈസ എടുക്കാൻ പോയാ പെട്ടെന്ന് വന്നു, ഇല്ലാന്ന് തോന്നുന്നു. എന്തുവാന്നോ നോക്കാം. അങ്ങനെ എടുത്തിട്ട് വന്ന്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ പുല്ലൂർ ടൗണിലെത്തി. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ചേട്ടൻ കുറച്ച് സാധനം എന്തോ വാങ്ങിക്കാൻ പോയിട്ട് വന്നു. എന്നെ കാറിലെത്തിയിട്ട് പുറത്ത് പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പുറത്തിറങ്ങാൻ വയ്യാത്ത വെയിലാണ്. ചന്തയുടെ ഭാഗത്താണ്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മൾ സാധനമെല്ലാം വാങ്ങി. നല്ല ടൗണിൽ നല്ല വെയിലാണ്, അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റായിട്ട് വാങ്ങിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചന്തയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇവിടെ പുല്ലൂർ ചന്ത ഉള്ളിലോട്ട് പണിയൊക്കെ നടക്കുകയാണ്. നമ്മൾ കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ചെയ്ത് പോരുന്നു. സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങി. എന്നിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.